നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. രണ്ട് മൂവി റിലേറ്റഡ് ആണ്. നമുക്കെന്തൊരു സിനിമക്ക് പോയാലോ? പണ്ട് അവതാർ മൂവി ഇറങ്ങിയ സമയത്താണ് ഞാൻ ഇത്രയും എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ലോകം കാണാൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് തുള്ളിച്ചാടി രസിച്ച് നിൽക്കുകയാണ്. ടിക്കറ്റ് കിട്ടുമെന്ന് ഓരോ ഉറപ്പുമില്ല കേട്ടോ. എൻ്റെ കൊച്ചിൽ ഞാൻ ആദ്യത്തെ ഒരു തിയേറ്റർ പടം കണ്ട ഏതാണെന്ന് വെച്ചാൽ കൊട്ടേഷനായിരുന്നു. അതിൽ എൻ്റെ ആൻറ്റി കൂടെ ആക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ കാണാൻ വേണ്ടി പോയതായിരുന്നു. അത് ശരിക്കും ഒരു അടിയും പിടിയും കുത്തൊക്കെ ആയിട്ടുള്ള ഒരു അടിപിടി പടമായിരുന്നു. എൻ്റെ ഒരു ടൈപ്പ് പടം എന്ന് പറയുന്നത് നമ്മുടെ ജുമാൻജി, ജുറാസിക് പാർക്ക് അങ്ങനത്തെ ഒരു ടൈപ്പ് പടമാണ് എനിക്കിഷ്ടം. ആൻഡ് ഓഫ് കോഴ്സ് പേടിച്ച് പണ്ടാരടുങ്ങിയെങ്കിലും ഗോസ്റ്റ് പടം എനിക്കിഷ്ടമാണ്. എന്നാലും കുറേയൊക്കെ ഞാൻ ഇപ്പോൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പണ്ട് ഞാൻ ഫോണിൽ ടോർച്ച് ഓൺ ആക്കിയിട്ടിട്ടൊക്കെയാണ് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത്രയും പേടിത്തൂറിയായിരുന്നു. നമ്മൾ ഇന്ന് രണ്ട് മൂവീസാണ് കാണാൻ പോകുന്നത്. സാധാരണ എപ്പോഴും ഞാനാണ് ലേറ്റ് ആക്കാറുള്ളത്. എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ റെഡിയാവാൻ ഞാനാണ് ടൈം എടുക്കാറ്. പക്ഷെ ഇന്ന് ഞാൻ നേരത്തെ തന്നെ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. കാരണം എനിക്കും കൂടെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതുകൊണ്ടിട്ട് കൂടിയിട്ട് തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ ഷോർട്ട് ഫിലിമാണ് റെയിനു അഭിനയിച്ച, നമ്മുടെ സ്വന്തം റെയിനുക്കുട്ടി അഭിനയിച്ച ആദ്യത്തെ ഷോർട്ട് ഫിലിം ഒന്ന് റിലീസാവുകയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത്. പിന്നെ അതിന് ശേഷമാണ് ലോകയ്ക്ക് പോകുന്നത്. ഓക്കെ, ഞങ്ങൾ അത്യാവശ്യം ടീമും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ തുടങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ലൊരു ഷോർട്ട് ഫിലിം കണ്ടു. അവസാനം വന്നപ്പോഴത്തേക്കും രോമാഞ്ചമൊക്കെ വന്നു. അത്തരത്തിലുള്ളൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു. പറ്റുവാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പോയിട്ട് കാണണം കേട്ടോ. അങ്ങനെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ചൂരല് വേണ്ടെന്ന് വെച്ചതൊരു ബൗദ്ധികമായിട്ട് നമ്മൾ ഉയർച്ചയുടെ ഭാഗം കൂടുതൽ പൗരബോധമുള്ളതും സിവിലൈസ്ഡ് ആവുന്നതിന്റെ ഭാഗമായിട്ട് സതീഷ് കുമാർ അമൃതണ്ട്, ക്യാമറ ചെമ്പോട്ടിൽ, എഡിറ്റിംഗ് ആൻഡ് കളറിംഗ് രചന. നമ്മൾ ഓൾറെഡി സ്ക്രീനിൽ കണ്ടതാണ്. എന്നാലും അവരുടെ പേര് ഒന്നുകൂടെ നമുക്ക് ഒരുപാട് അംഗീകാരം ലഭിക്കുന്നതിനൊരു കാരണം തീർച്ചയായിട്ടും ഗിരീഷിന്റെ രചനാ പാഠം തന്നെയാണ്. ഒരുപാട് ഷോർട്ട് ഫിലിമായി ചെയ്തിട്ടുണ്ട്, എനിക്കറിയാൻ കണ്ടിട്ടുണ്ട് ചെറുതൊക്കെ. പിന്നെ ഈ ചൂട്ട് മുതലുള്ള സീരീസ് കുറച്ച് കണ്ടിട്ടുണ്ട്. നല്ലൊരു ക്ലാപ്പ് എല്ലാവരും നമുക്ക് കിട്ടുക. അതോടൊപ്പം ഇതിൽ അഭിനയിച്ച എല്ലാവരും നല്ല പ്രതിഭകൾ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ മനസ്സിൽ മൊത്തം ലോകയാണ് കേട്ടോ. ടിക്കറ്റ് കിട്ടൂലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഇതിലായിട്ട് നിൽക്കുകയാണ് ഞാൻ. പിന്നെ അവരായിട്ട് കുറച്ച് സമയമൊക്കെ സംസാരിച്ചിരുന്ന് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേഗം വണ്ടിയിൽ കയറി. ഞാനാണ് കേട്ടോ കൂടുതൽ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത് ലോകം കാണാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ തിരക്കുകളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം തള്ളിപ്പോയതാണ്. അപ്പോൾ എന്തായാലും ആദ്യം ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞു, പിന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് സങ്കടമൊക്കെ ആയിട്ടോ. കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ചിട്ട് പിന്നെ ഇല്ലെന്ന് കേൾക്കുമ്പോൾ പിന്നെ അതിന് ശേഷം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു തുള്ളിച്ചാട്ടമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ ഭയങ്കര സന്തോഷമായി. ഞങ്ങളങ്ങനെ അങ്ങോട്ടേക്ക് പോകാൻ നോക്കുമ്പോൾ പിന്നെ ഭയങ്കര ബ്ലോക്ക് കേട്ടോ. അങ്ങനെ ബ്ലോക്കിൽ കുറച്ച് സമയം അവിടെ അങ്ങനെ നിന്നു. ഒരു 5-8 മിനിറ്റ് അങ്ങോട്ട് ഞങ്ങൾക്ക് ലേറ്റായി പടം തുടങ്ങിയപ്പോഴത്തേക്കും. എന്തായാലും കാണാൻ പറ്റിയതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സന്തോഷം. കാരണം എപ്പോഴെങ്കിലൊക്കെയാണ് ഇതുപോലത്തെ ഒരു ടൈപ്പ് പടമൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനത്തെ പടം. എന്തായാലും പടം കിടിലൻ പടമായിരുന്നു കേട്ടോ. കണ്ടു നിന്ന് പോകും. ടൈം കഴിയുന്നത് നമ്മൾ അറിയേയില്ല. ഇത്ര പെട്ടെന്ന് തീർന്നു അങ്ങനെ തോന്നിപ്പോവും. പിന്നെ സെക്കൻഡ് പാർട്ടായിരിക്കും ഇതിലും അടിപൊളി, കിടുവായിരിക്കും സെക്കൻഡ് പാർട്ട്. എന്തായാലും നമ്മളെന്തായാലും അതിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. പെട്ടെന്ന് തന്നെ റിലീസാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായില്ല എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.